പർച്ചേസ് ചെയ്യാൻ വന്നേക്കാണ്. ഇവിടെ എന്തൊക്കെ മേടിക്കണം എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ നമുക്ക് നോക്കാം. ഞങ്ങളിപ്പോൾ നടക്കുകയാണ്. ഇവിടെ മഴ ചെറുതായിട്ട് കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇനി പെയ്യോന്ന് അറിഞ്ഞൂടാ. പെയ്ത് കഴിഞ്ഞ് എനിക്ക് മാറും പെടും. നോക്കാം നമുക്ക്. ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് വേറൊരു മോളിലോട്ട് വന്നു. ഇവിടെ എല്ലാത്തിനും വലിയ പൈസ ഇല്ല എന്നാണ് കേട്ടത്. അപ്പോൾ ഇവിടെ ഷോപ്പിങ്ങിന് വേണ്ടി വന്നേക്കാണ്. നോക്കട്ടെ എന്തെങ്കിലും മേടിക്കുന്നു. ഇതുവരെ ഒന്നും മേടിച്ചിട്ടില്ല. അപ്പം അച്ഛൻ്റെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഷോപ്പിങ്ങിന് വേണ്ടി. അങ്ങനെ ആദ്യം ഞങ്ങൾ ചോക്ലേറ്റ്സ് ആട്ടോ മേടിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഗൗതത്തിന് ഹോട്ട് വീൽസ് നോക്കാൻ കയറിയത്. അപ്പോൾ അവിടെയാണെങ്കിൽ ഒരുപാട് ഷോപ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ ഒരു മോളിൽ തന്നെ കുറേ കടകളുണ്ടായിരുന്നു ഹോട്ട് വീൽസിൻ്റെ തന്നെ. അപ്പം ഗൗതത്തിന് ഈ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ ഈ സെറ്റ് മേടിക്കുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ അത് നമ്മൾ കണ്ട്. അപ്പോൾ ഗൗതത്തിന് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ മേടിക്കണ്ടേ എന്നുള്ള മൈൻഡിലായിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് ഗൗതം അത് മേടിച്ച്. പിന്നെ ആ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ മാത്രമല്ല, സെപ്പറേറ്റ് വേറെ ഏതൊക്കെയോ ഗൗതം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഗൗതത്തിന് ഇതിൻ്റെ കളക്ഷൻ ഉള്ളതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ്സാണ് ഗൗതത്തിന്. ഇതെത്ര കിട്ടി നോക്കി? എന്നിട്ട് എത്രക്ക് മേടിച്ച്? ഇതിനകത്ത് 328 രൂപ. 320 മേടിച്ച്. 320. അങ്ങനെ ഞങ്ങൾ ടിൻ ടവർ കാണാൻ വന്നേക്കായിരുന്നു. കാരണം മുകളിൽ കയറി ഇറങ്ങിയപ്പോൾ തന്നെ രാത്രി പർച്ചേസ് ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയം പോകുന്നതൊന്നും നമുക്ക് കാര്യം അറിയില്ലല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ട്വിൻ ടവറിൽ വാട്ടർ ഫൗണ്ടൻ കാണാൻ വന്നേക്കാണ്. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ടൈം 8 മണിയായിരുന്നു. നമ്മളപ്പോൾ 8 മണിയാകുമ്പോഴേക്കും ഈ ട്വിൻ ടവറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഈ വാട്ടർ ഫൗണ്ടൻ്റെ ഷോ കാണാൻ വേണ്ടി. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ദിവസമാണ്. ഇന്നിപ്പോൾ മലേഷ്യയുടെ ലാസ്റ്റ് ദിവസമാണ്. അപ്പോൾ ഇന്നലെ ഇവരോട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഇന്നാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു 10:15 ആയിട്ടുണ്ട്. 10 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇമേഴ്സിഫൈ കാണാൻ വന്നേക്കാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഞാൻ ബാക്കി വീഡിയോസ് കാണിക്കാം.
അങ്ങനെ ഇമേഴ്സീവ് 5 ഒരുപാട് 3D ഫ്രെയിംസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മളത് കണ്ടു കഴിഞ്ഞിട്ട് പോയത് വീണ്ടും ടിൻ ടവറിലാണ്. കാരണം ഇന്ന് നമ്മൾ ടിൻ ടവറിൻ്റെ മുകളിലോട്ട് കയറണം. നമ്മളിപ്പോൾ ടിൻ ടവറിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ മേലെ നമുക്ക് എൻട്രി ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഒരു 15 മിനിറ്റ് വേണ്ടി മേലോട്ട് പോകണത്. അപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഇതിൻ്റെ തന്നെ ഷോപ്പിംഗ് മോളാണ്. അപ്പോൾ എന്താ ജസ്റ്റ് ഇത് കണ്ടിട്ട് സമയമാകുമ്പോൾ നമ്മൾ മേലോട്ട് പോകും. അപ്പോൾ ഇന്നലെ രാത്രി വന്നത് ഇവിടുത്തെ ഒരു ഫൗണ്ടൻ്റെ ഷോ കാണാൻ വേണ്ടി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അർമാദിക്കാൻ വേണ്ടി ഞങ്ങൾ പോകും. ഭ്രാന്താണ്. ഇന്നലെ ഹോട്ട് വീൽസ് ഒരു ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ എന്തൊക്കെയോ ഉണ്ടെന്നുണ്ട്. അതൊരു 6000-7000 രൂപ മേടിച്ചു. ഒരു ടീഷർട്ടിന് ഉടുക്കത്തെ മേടിച്ചു. ഒരു ടീഷർട്ട്. ഇങ്ങനെയുള്ള ഭ്രാന്തന്മാരെ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ നമ്മൾ ടിൻ ടവറിൻ്റെ മേലെ വന്നേക്കാട്ടോ. ഇതാണ് മേലെ നിൽക്കുമ്പോഴുള്ള വ്യൂസ്. എനിക്ക് ഇച്ചിരി കാണാൻ പറ്റി. ഗൈസ്, നമ്മളിപ്പോൾ സ്നോവേളിക്ക് വന്നേക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ലാസ്റ്റത്തെ ഡെസ്റ്റിനേഷൻ. ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ മെയിനായിട്ടുള്ള എല്ലാം കഴിഞ്ഞ് പിന്നെയുള്ള സിറ്റി ടൂറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ.
അങ്ങനെ സ്നോ വേൾഡിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ സിറ്റി ടൂർ കാണാൻ ഇറങ്ങിയേക്കാണ്. അപ്പം നമ്മൾ ആദ്യം സിറ്റി ടൂറിൽ കാണാൻ പോയത് അവിടുത്തെ പാലസ് ആയിരുന്നു. ഇതാണ് പുത്രജയത്തെ ഫേമസ് ആയിട്ടുള്ള റോസ് മോസ്ക്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഒരു റോസ് കളർ മോസ്ക് കാണുന്നത്. ഇതാണ് ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ ഓഫീസ്. അപ്പോൾ ഈ പുത്രജയിലാണ് കൂടുതലും ഗവൺമെൻറ് മിനിസ്ട്രീസും ഓഫീസുകളൊക്കെ ഉള്ളത്. നേരത്തെ കണ്ട ഈ റോസ് മോസ്കിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ ഓഫീസ്. ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ കണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മലേഷ്യയുടെ ഫ്ലാഗ് മാത്രമല്ല, മലേഷ്യയിലുള്ള എല്ലാ സ്റ്റേറ്റിൻ്റെയും ഫ്ലാഗ് ആ ഓഫീസിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. അങ്ങനെ പുത്രജയായിരുന്നു നമ്മുടെ ഫൈനലായിട്ടുള്ള ഡെസ്റ്റിനേഷൻ. അപ്പോൾ പുത്രജയുടെ അടുത്ത് തന്നെയാണ്, അതായത് കുറച്ചുണ്ടായിരുന്നുള്ളൂ നമ്മുടെ എയർപോർട്ടിലേക്ക്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലോട്ട് പോവാണ് കേട്ടോ. തിരിച്ചു പോകുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു, കാരണം നല്ലൊരു സൺസെറ്റ് തന്നെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം ആ ഒരു വ്യൂ തന്നെയായിരുന്നു, കാരണം പോണ വഴി നല്ല അടിപൊളിയായിരുന്നു. ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമായിരുന്നു, കുറേ ബിൽഡിങ്സൊന്നും അതിൻ്റെ സൈഡിലൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. നോക്കൂ, നമ്മുടെ ലഗേജൊക്കെ കളക്ട് ചെയ്ത് അവർ വരുന്നു. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഇവിടെ എയർപോർട്ട് എത്തി. തിരിച്ചു പോകാനായിട്ട് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് 10:30 ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഭയങ്കരമായിട്ട് ടയേർഡായി. എൻ്റെ ഫേസ് കാണുമ്പോൾ മനസ്സിലാവും, ഭയങ്കരമായിട്ട് ടയേർഡായി. അപ്പോൾ ഇനിയിപ്പോൾ എന്താ, വേറെ പരിപാടിയൊന്നുമില്ല. അങ്ങനെ അതേ ഞങ്ങൾ ഫ്ലൈറ്റ് കയറാൻ പോവാണ്. അപ്പോൾ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ തന്നെ സമാധാനമായി, എങ്ങനെയെങ്കിലും വീട് എത്തിയാൽ മതി എന്നായിട്ട് അവസാനമൊക്കെ നമുക്ക് വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങാമെന്നുള്ള മൈൻഡായിരുന്നു. അങ്ങനെ കൊച്ചി എത്തി. അപ്പോൾ ഇതോടുകൂടി എൻ്റെ ഈ വ്ളോഗ് അവസാനിക്കുകയാണ്. അപ്പോൾ ബാക്കി വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.